ാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളിവിടെ മെഡിക്കൽ കോളേജിൽ ഇവിടെ 300ഓളം ആളുകൾക്കുള്ള ഫുഡ് കൊടുത്തു. അപ്പോൾ അതിൽ ഒരു വീതം വഹിച്ചത് അമൃത എന്ന് പറഞ്ഞ ചേച്ചി, ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടി, മിഥുൻ എന്ന് പറഞ്ഞ ചേട്ടന് വേണ്ടിയുള്ള ബർത്ത്ഡേക്ക് സ്പോൺസർ ചെയ്ത ഫുഡാണ് നമ്മൾ ഒരു നേരത്തേക്ക് കൊടുത്തത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. തൻ്റെ കൈ കൊണ്ട് ഇത്രയും പേർക്ക് ഫുഡ് കൊടുത്തപ്പോൾ എനിക്ക് എന്താ തോന്നി? ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അതിൽ നല്ല ഒരു ഇതുണ്ട്. ഇത്രയും പേർക്ക് ഫുഡ് കൊടുത്തപ്പോൾ ആ ഒരു സന്തോഷം കണക്ട് ആയോ? ആ ഒരു കണക്ട് ആയി. എപ്പോഴും ഇങ്ങനെ കൊടുക്കണമെന്ന് കരുതും, സ്വന്തമായിട്ട് ചെയ്യണമെന്ന് കരുതും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ ഇതിനെങ്കിലും കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ അമൃത എന്ന് പറഞ്ഞ ചേച്ചി എന്തായാലും ദൈവാനുഗ്രഹിക്കും. കാര്യം ഹസ്ബൻഡിന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചോ കൊടുത്തോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. അത് ചേച്ചി ഇതിനു മുമ്പേ പറഞ്ഞതാണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായി. നമുക്ക് മീൽസിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ ബിരിയാണിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തത്. ചേച്ചി എന്തായാലും ദൈവം അനുഗ്രഹിക്കും. അതേപോലെ മിഥുൻ ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ മിഥുൻ ചേട്ടാ. അഫ്കോഴ്സ് എൻ്റെ വക ഞാൻ സോറി വന്നു, കാര്യം ലേറ്റായി പോയി ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ അനുഗ്രഹം ചേട്ടൻ എന്നും ലൈഫിൽ കാണും. ചേട്ടൻ പിന്നെ സച്ചേവേ ലക്കിയാട്ടോ, സ്വന്തം ഭാര്യ ഹസ്ബൻഡിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു ഇത്ര എമൗണ്ട് ഓഫ് ആളുകൾക്കുള്ള ഫുഡ് ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വളരെ വലിയൊരു മനസ്സാണ്. അതിൻ്റെ നന്മ ചേട്ടൻ എന്നും ലൈഫിൽ കാണും. അത് ചേച്ചീനെ അനുഗ്രഹിക്കും, അതുപോലെ ചേട്ടനെ അനുഗ്രഹിക്കും. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ.